വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സബ്സീക്വൻസുമായി ബന്ധപ്പെട്ട ഒരു തിയറമാണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ദെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വാലൻറ്റ്. നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ സീക്വൻസ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു sequence xn does not converge to x belongs to R. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് there exists an epsilon naught greater than 0 such that for any k belongs to n there exists nk belongs to n such that nk greater than or equal to k and modulus of xnk minus x greater than or equal to epsilon naught. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് there exists an epsilon naught greater than 0 and a subsequence x dash equal to x and k of capital X such that modulus of x and k minus x greater than or equal to epsilon naught for all k belongs to script n. ഇവിടെ നമ്മുടെ കയ്യിൽ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇക്വലൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം അസ്യൂം ചെയ്ത് ബാക്കി 2 പ്രൂവ് ചെയ്യണം, തിരിച്ച് അതുപോലെ ബാക്കി എല്ലാതും സംഭവിക്കണം. പക്ഷെ നമ്മളിവിടെ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് 6 പ്രൂഫുകൾ വരും. നമ്മളിവിടെ ഒരു സൈക്ലിക് എന്നുള്ള പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് 1 implies 2, 2 implies 3, 3 implies 1 എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൂഫുകളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് 6 പ്രൂഫിന് പകരം നമുക്ക് ആക്ച്വലി 3 മതിയായിരിക്കും. നമുക്ക് ആദ്യത്തെ പ്രൂഫ് നോക്കാം. 1 implies 2. 1 implies 2 പ്രൂവ് ചെയ്യുന്നതിനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ എന്താണ് അസംഷൻ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സീക്വൻസ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജിങ് ടു എക്സ്. സീക്വൻസ് എക്സ് എൻ എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല. എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? there exists an epsilon naught greater than 0 such that for any k belongs to script n there exists nk belongs to script n such that nk greater than or equal to k and modulus of x and k minus x greater than or equal to epsilon naught. പ്രൂവ് ചെയ്യാനുള്ളത് അല്പം ലെങ്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ള കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, ഒരു എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്വാണ്ടിറ്റി എടുക്കുന്നത്. there exists an epsilon naught എന്നിട്ട് for any natural number there exists an nk such that nk greater than or equal to k and modulus of x and k minus x greater than or equal to epsilon naught. അപ്പോൾ ഒരു എപ്സിലോൺ നോട്ട് ഉണ്ടാവണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊരെണ്ണിനും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് എൻ കെകൾ കിട്ടണം. ആ എൻ കെകൾ എൻ കെ എന്ന് പറയുന്നത് എൻ കെ ഘടകങ്ങൾ കെ എന്നും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം മോഡ് എക്സ് എൻ കെ മൈനസ് എക്സ് കെ ഘടകങ്ങളുടെ എപ്സിലോണുകളും സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള അസംഷൻ ഒന്നുകൂടി നമുക്ക് ചിന്തിക്കുന്നു. വി ഹാവ് അവർ സീക്വൻസ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജിങ് ടു എക്സ്. നമുക്കറിയാം ഒരു സീക്വൻസ് എപ്പോഴാണ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒരു സീക്വൻസ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുശേഷം വരുന്ന നിങ്ങളുടെ സീക്വൻസിലെ ടേമുകൾ മോഡ് എക്സ് എൻ കെ മൈനസ് എക്സ് അല്ലെങ്കിൽ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് എൻ എപ്സിലോൺ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് നമ്മുടെ ഡെഫിനേഷൻ. കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ. അത് കൺവേർജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നെഗേഷൻ. നമ്മൾ എങ്ങനെയാണ് ആ അത്രയും വലിയൊരു ലെങ്തി സ്റ്റേറ്റ്മെൻറ്റിനെ നെഗേഷൻ എഴുതുക? നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, നെഗേഷൻ പഠിക്കുമ്പോൾ നമ്മുടെ ലോജിക്കിനകത്ത് നെഗേഷൻ പഠിക്കുമ്പോൾ there exists എന്നുള്ളത് നെഗേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫോർ ഓൾ ആയിട്ട് മാറുന്നു. ഫോർ ഓൾ എന്നുള്ളത് നെഗേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ there exists ആയിട്ട് മാറുന്നു. ആ ഐഡിയ ആണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊന്നുകൂടി ചിന്തിക്കുന്നു, എന്താണ് എൻ്റെ ഡെഫിനേഷൻ ഓഫ് കൺവേർജിങ്? For every epsilon, there exists a natural number satisfying a condition. For every epsilon, there exists a natural number. അപ്പോൾ എനിക്ക് കൺവേർജ് ചെയ്യുന്നില്ല. വാട്ട് ഈസ് ദ നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്?
for every epsilon there exists a natural number and negation വരുമ്പോൾ there exists an epsilon for all natural number. ഇപ്പോൾ നെഗേഷൻ എങ്ങനെ വരുന്നത്? ഫോർ എവറി എപ്സിലോണിന് പകരം നെഗേഷനിൽ there exists an epsilon, പിന്നെ അവിടെ പറയുന്നത് there exists a natural number എന്നാണ്. അപ്പോൾ നെഗേഷൻ വരുമ്പോൾ for all natural number. അപ്പോൾ നമ്മൾ ഇവിടെ your sequence xn does not converging to x means which is a negation statement of your sequence xn converging to x. So we can apply our negation in the definition of your convergence of sequence. So we get there exists a epsilon naught, a particular epsilon and epsilon naught such that corresponding to this epsilon there exists no k belongs to n. അപ്പോൾ എല്ലാ കേക്കും തെറ്റാവണം. നമ്മൾ പറഞ്ഞത് ശരിയാ, കൺവേർജൻ ആണെങ്കിൽ ഏതൊരു എപ്സിലോണിനും ഒരു കെ ശരിയായിട്ടുണ്ടാവണം. തെറ്റാവണമെന്നുണ്ടെങ്കിൽ ഏതോ ഒരു എപ്സിലോണിനെ എല്ലാ കേക്കും തെറ്റിപ്പോണം. there exists no k belongs to n such that mod xn minus x naught എന്നുള്ളത് ഇവിടെ x എന്നാണ് വേണ്ടത് ഇവിടെ, കാരണം ലിമിറ്റ് എടുത്തിരിക്കുന്നത് x ആണ്. mod xn minus x less than epsilon for all n greater than or equal to k. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഒരിക്കലും, അതായത് നിങ്ങൾ കൺവേർജൻ്റ് അല്ലെങ്കിൽ ഏതോ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ആ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് കൺവേർജൻസിൻ്റെ ഡെഫിനേഷനായിട്ട് മാറും. അപ്പോൾ ഏതോ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ നാച്ചുറൽ നമ്പർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഐഡിയ. ഏത് വിച്ച് ഈസ് നോട്ട് കൺവേർജിങ് ടു എക്സ്. അവിടെ എക്സ് നോട്ട് എന്നുള്ളതിന് പകരം എക്സ് എന്നുള്ളത് ഉപയോഗിക്കാൻ മറക്കരുത്, അവിടെ തെറ്റാണ്. എക്സ് എന്നാണ് നമ്മുടെ ലിമിറ്റ്. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം, നമുക്ക് ഇപ്പോൾ ഒരു എപ്സിലോൺ നോട്ട് കിട്ടിക്കഴിഞ്ഞു. ഈ എപ്സിലോൺ നോട്ട് കിട്ടിക്കഴിഞ്ഞനുസരിച്ച് ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നില്ല. ഒരു സ്റ്റേജിനപ്പുറമുള്ള ടേമുകളെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് മറിച്ച് പറയാം. അതായത് for each k belongs to script n, it is not true that for all n greater than or equal to k, the inequality mod xn minus x naught less than epsilon naught holds. ആ പറഞ്ഞതിൻ്റെ അതേ അർത്ഥം തന്നെയാണ് വീണ്ടും നമ്മുടെയും എടുത്തു വെച്ചു. അതായത് ഇപ്പോൾ എന്ത് സംഭവിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്താ കണ്ടുപിടിക്കാൻ പറ്റാത്തത്? നമുക്ക് there is no natural number such that mod xn minus x naught less than epsilon for all n greater than or equal to k. ഒരു നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നാച്ചുറൽ നമ്പറിനേക്കാളും മുകളിൽ അല്ലെങ്കിൽ ആ സ്റ്റേജിനേക്കാളും മുകളിൽ വരുന്ന സീക്വൻസുകൾ ടേമുകൾ ലെസ് ദാൻ എപ്സിലോൺ നോട്ട് വരുന്ന രീതിയിൽ ഒറ്റ നാച്ചുറൽ നമ്പർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളൊരു നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നാച്ചുറൽ നമ്പറിന്റെ മുകളിൽ, ആ സ്റ്റേജിന് മുകളിൽ വരുന്ന സീക്വൻസുകളിലെ ടേമുകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ആ ഇനീക്വാലിറ്റി തെറ്റിക്കുന്നതുണ്ടായിരിക്കും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. എൻ്റെ കയ്യിൽ കിട്ടിയ റിസൾട്ട് ഇതാണ്. ഞാൻ എടുത്തിരിക്കുന്ന എപ്സിലോൺ നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഒറ്റ നാച്ചുറൽ നമ്പറും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്തായിരുന്നു എൻ്റെ കണ്ടീഷൻ? എൻ്റെ കണ്ടീഷൻ ഇതായിരുന്നു: എൻ്റെ നാച്ചുറൽ നമ്പറിൻ്റെ മുകളിൽ വരുന്ന അല്ലെങ്കിൽ ആ നാച്ചുറൽ നമ്പറിൻ്റെ സ്റ്റേജിന് മുകളിൽ വരുന്ന സീക്വൻസുകളുടെ ടേമുകൾ ലെസ് ദാൻ എപ്സിലോൺ നോട്ട് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണല്ലോ എൻ്റെ കണ്ടീഷൻ. അപ്പോൾ അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റേജിന് മുകളിൽ വരുന്ന ഏതോ ഒരു ടേം എൻ്റെ കണ്ടീഷൻ തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കെക്ക് മുകളിൽ വരുന്ന ഏതോ ഒരു ടേം, ഏതോ ഒരു സഫിക്സ് വരുന്ന സാധനം, ഒരു ടേം, ആ സ്റ്റേജിന് മുകളിൽ വരുന്ന ഏതോ ഒരു ടേം എൻ്റെ കണ്ടീഷൻ തെറ്റിക്കുക. എന്തായിരുന്നു എൻ്റെ കണ്ടീഷൻ? ലെസ് ദാൻ എപ്സിലോൺ നോട്ട് എന്നായിരുന്നു എൻ്റെ കണ്ടീഷൻ. തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ ട്രൈക്കോട്ടോമി പ്രകാരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സോ അപ്പോൾ നമ്മൾ അതിനെ ഒന്നുകൂടി എടുത്ത് പറയുന്നു ഫോർ ഈച്ച് കെ. കാരണം ഒറ്റ നാച്ചുറൽ നമ്പർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോർ ഈച്ച് കെ ബിലോങ്സ് ടു n, there exists a natural number which is greater than that of your k. That is called it as nk, such that modulus of xnk minus x is greater than or equal to epsilon naught.
ഇപ്പോൾ ഞാൻ എവിടുന്ന് വന്നതെന്ന് ആലോചിക്കണം. ഞാൻ കൺവേർജൻ്റ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡെഫിനേഷൻ്റെ നെഗേഷൻ എഴുതിയപ്പോൾ എനിക്ക് സംഭവിച്ചത് എൻ്റെ എപ്സിലോൺ നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഒറ്റ കെയും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ഏതൊരു കെ എടുത്തു കഴിഞ്ഞാലും ആ കണ്ടീഷൻ തെറ്റുന്ന രീതിയിൽ ഒരു എൻ കെ എക്സിസ്റ്റ് ചെയ്യണം. അതാണ് ഞാനിപ്പോൾ എഴുതി വെച്ചത്. എനിക്ക് ആക്ച്വലി അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. there exists an epsilon naught, okay, such that for any k belongs to n, there exists a nk such that nk greater than or equal to k and modulus of x nk minus x greater than or equal to epsilon naught. ഇതാണ് എനിക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അത് തന്നെയാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് 1 implies 2 എന്നുള്ള ആദ്യത്തെ പ്രൂഫ്. നമുക്ക് ഇതിന് ശേഷം 2 implies 3 എന്നുള്ള പ്രൂഫ് നോക്കാം. 2 implies 3 എന്നുള്ള പ്രൂഫ് പറയുമ്പോൾ നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ് 2, എന്താണ് 3. അപ്പോൾ 2 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. there exists an epsilon naught such that for any k belongs to n, there exists a nk such that nk greater than or equal to k and modulus of x nk minus x greater than or equal to epsilon naught. എൻ്റെ എപ്സിലോൺ നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കെ എടുത്തു കഴിഞ്ഞാലും ആ കെനേക്കാൾ വലുതായിട്ട് എനിക്കൊരു എക്സ് എൻ കെ കണ്ടുപിടിക്കാം. ആ കെനേക്കാൾ വലുതായിട്ട് എനിക്കൊരു എൻ കെ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ഇനി എന്താ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്? തേർഡ് കണ്ടീഷൻ നോക്കാം. there exists an epsilon naught and a subsequence x dash is equal to x n k of capital X such that modulus of x n k minus x greater than or equal to epsilon naught for all k belongs to script n. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലുണ്ടായിരുന്നത് എപ്സിലോൺ നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കെ എടുത്തു കഴിഞ്ഞാലും ഒരു എൻ കെ ഉണ്ട്. ആ കണ്ടീഷൻ പറയുന്നത് എന്ന് പറയുന്ന കണ്ടീഷനുള്ളത്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. എൻ്റെ എപ്സിലോൺ നോട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീക്വൻസ് തന്നെയുണ്ട്, അല്ലെങ്കിൽ ഒരു സബ് സീക്വൻസ് തന്നെയുണ്ട് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ആ സബ് സീക്വൻസിലെ എല്ലാ ടൈമുകളും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുണ്ടെന്നാണ് നമുക്ക് അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രകാരം എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് നാച്ചുറൽ നമ്പറിനും എനിക്കൊരു കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്ന നാച്ചുറൽ നമ്പർ 1. ഞാൻ കെ എന്ന് പറയുന്നത് 1 എടുക്കുന്നു. അപ്പോൾ എനിക്ക് കെ എന്ന് പറയുന്ന നമ്പർ 1 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എൻ കെ ഉണ്ടായിരിക്കണം. അതിന് ഞാൻ പേര് വിളിക്കുന്നു n1. സോ ഫോർ യുവർ എപ്സിലോൺ നോട്ട് ആൻഡ് യു ടേക്ക് യുവർ k is equal to 1, by the second condition there is a n1 such that n1 greater than or equal to k, ഇവിടെ k എന്ന് പറയുന്നത് 1, and modulus of xn1 minus x greater than or equal to epsilon naught. ആദ്യത്തെ ആളെ വെച്ചു, സീക്വൻസിൽ ആദ്യത്തെ ആളെ വെച്ചു xn1. അതായത് നമ്മൾ സബ് സീക്വൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ട്. വി ക്യാൻ അപ്ലൈ k is equal to 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 2-നേക്കാൾ വലുതായിട്ട് ഒരു xn2 ഉണ്ട്, ഒരു n2 ഉണ്ടായിരിക്കും. such that modulus of xn2 minus x greater than or equal to epsilon naught. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2ന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് n2 കിട്ടി. n2 is greater than 2 ആണ്. n2 is greater than 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം n2 greater than 2 ആണെങ്കിൽ അതിനൊപ്പം നമുക്ക് സബ് സീക്വൻസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം n2 greater than 2 എന്ന് പറയുന്നതിനൊപ്പം തന്നെ നമുക്ക് n2 greater than or equal to n1 എന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ് സീക്വൻസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സീക്വൻസിലെ ടൈമുകൾ ഓർഡർ കീപ്പ് ചെയ്യാനുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ കിട്ടുകയും ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് 2, അതായത് 2 എന്ന് പറയുന്നത് കെ എടുത്തു കഴിഞ്ഞാൽ 2-നേക്കാൾ വലുതായിട്ട് നിങ്ങൾക്കൊരു എലമെന്റ് കിട്ടുന്നു. ആ എലമെന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് n1-നേക്കാൾ വലുതായിട്ടുള്ള രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. ഇനി അങ്ങനെ കിട്ടുന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്റ്റേജിൽ എടുത്തു കഴിഞ്ഞാലും അതിനേക്കാൾ വലുതായിട്ട് നമുക്ക് ഒരു എലമെന്റെങ്കിലും തെറ്റായിട്ടുള്ളത് കിട്ടും എന്നുള്ള ഉറപ്പുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് 2-നേക്കാൾ വലുതായിട്ടും അതുപോലെ നിങ്ങളുടെ നേരത്തെ കിട്ടിയിരിക്കുന്ന n1-നേക്കാൾ വലുതായിട്ടും ഉള്ള ഒരു n2 കണ്ടുപിടിക്കാൻ സാധിക്കും. such that modulus of xn2 minus x greater than or equal to epsilon naught. ഇനി ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. k equal to 3 കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു n3 കിട്ടുന്നു. n3 ചൂസ് ചെയ്യുമ്പോൾ അത് നിർബന്ധമായും k-നേക്കാൾ വലുത് വീക്കിലായിരിക്കും. ഒപ്പം നിങ്ങൾ n2-നേക്കാളും വലുത് വീക്കിലാകുന്ന രീതിയിൽ വേണം ചൂസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു
അടുത്ത സ്റ്റേറ്റ്മെന്റ് കിട്ടിയത് x(3) modulus of x(3) minus x greater than or equal to epsilon. And the process is continuing. We get corresponding to each natural number, we get a n1, n2, n3 അല്ലെങ്കിൽ corresponding terms xn1, xn2, xn3, so on. We get that subsequence satisfying the condition that modulus of xnk minus x greater than or equal to epsilon naught. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൻ്റെ എപ്സിലോൺ നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ക്യാപിറ്റൽ എക്സിൻ്റെ ഒരു സബ്സീക്വൻസ് xnk എന്ന് പറഞ്ഞിട്ട് കിട്ടി. such that modulus of xnk minus x greater than or equal to epsilon naught for all k belongs to script n. ആ xnk ഞാനിവിടെ x dash എന്ന് വിളിക്കുന്നു. ഇതാണ് എനിക്ക് ആക്ച്വലി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 2ൽ നിന്ന് 3ലേക്ക് എത്താൻ നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പലതവണ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതുപോലൊരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് 3 implies 1 എന്ന് പറയുന്ന പ്രൂഫാണ് അവസാനമായി ചെയ്യാനുള്ളത്. 3 implies 1 എന്ന പ്രൂഫ് ചെയ്യാനായിട്ട് എന്തായിരുന്നു നമ്മുടെ കയ്യിലുള്ള 3? There exists an epsilon naught and a subsequence x dash is equal to xnk of capital X such that modulus of xnk minus x greater than or equal to epsilon naught for all k belongs to n. എൻ്റെ കയ്യിലുള്ളത് ഞാനെടുത്ത ഏതോ ഒരു എപ്സിലോൺ നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു സബ്സീക്വൻസ് കിട്ടി. ആ സബ്സീക്വൻസ് എൻ്റെ കൺവേർജൻസിൻ്റെ കണ്ടീഷൻ്റെ നേരെ നെഗേഷൻ, അതായത് മോഡുലസ് ഓഫ് xnk മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആയിട്ട് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സബ്സീക്വൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഡെഫിനേഷൻ പ്രകാരം എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് xn എന്ന് പറയുന്ന ഒറിജിനൽ സീക്വൻസ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, തേർഡ് കണ്ടീഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം, ഒരു സബ് സീക്വൻസ് ഉണ്ട് എൻ്റെ ഒറിജിനൽ സീക്വൻസിന്. ആ സബ് സീക്വൻസ് ഇവിടെ ഇപ്പോൾ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യണില്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് എപ്സിലോൺ നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ പറ്റണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എപ്സിലോൺ നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എല്ലാ കെ ബിലോങ്സ് ടു എന്നിനും എനിക്ക് മോഡ് xnk മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ടാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ പെർട്ടിക്കുലർ എപ്സിലോൺ നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരിക്കലും എനിക്കൊരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ എൻ്റെ മോഡ് എൻ്റെ xnk എന്ന് പറയുന്ന സബ്സീക്വൻസ് ഒരിക്കലും എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല സബ്സീക്വൻസ്. നമുക്ക് തൊട്ട് മുൻപത്തെ ഫസ്റ്റ് തിയറി അറിയാം. ഒരു സീക്വൻസ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസും അതേ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കും. അതിൻ്റെ നെഗേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, നെഗേഷൻ അല്ലെ കോൺട്രാപോസിറ്റീവ് നെഗേഷൻ അല്ല കോൺട്രാപോസിറ്റീവ് എന്തായിരിക്കും? അപ്പോൾ അത് നോക്കാം. P implies Q ആണെങ്കിൽ കോൺട്രാപോസിറ്റീവ് ഇത് നെഗേഷൻ Q implies നെഗേഷൻ P എന്നാണ് നമ്മൾ എഴുതുക. അവിടുത്തെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലിമിറ്റ് xn ഈസ് ഈക്വൽ ടു എക്സ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലിമിറ്റ് xnk ഈസ് ഈക്വൽ ടു എക്സ്. കോൺട്രാപോസിറ്റീവ് വരുമ്പോൾ അതായത് ഫസ്റ്റ് P implies Q എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ xn കൺവേർജിങ് ടു എക്സ്, xnk converging to x. കോൺട്രാപോസിറ്റീവ് പറയുമ്പോൾ xnk നോട്ട് കൺവേർജിങ് ടു എക്സ് ഇംപ്ലൈസ് xn നോട്ട് കൺവേർജിങ് ടു എക്സ്. അതായത് സബ്സീക്വൻസ് എക്സ് ഏതെങ്കിലും ഒരു സബ്സീക്വൻസ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒറിജിനൽ സീക്വൻസ് ഒരിക്കലും എക്സിലേക്ക് കൺവേർട്ട് ചെയ്യില്ല. ഇവിടെ നമ്മുടെ തേർഡ് കണ്ടീഷൻ അതാണ്. അതായത് എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ഈ കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഈ സബ്സീക്വൻസ് ആയിട്ടുള്ള ഇവിടുത്തെ xnk എനിക്ക് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല എന്ന് പറയാൻ സാധിക്കും. Then by the idea of contrapositive of the previous theorem, we say that your original sequence xn not converging to your x. അപ്പോൾ ഇതാണ് നമുക്ക് 3 implies 1. അപ്പോൾ നമുക്ക് സൈക്ലിക്കായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കും. 1 implies 2 കിട്ടി, അതുപോലെ 2 implies 3 കിട്ടി, ഇപ്പോൾ 3 implies 1 കിട്ടി. അപ്പോൾ ഇതിൽ താരതമ്യേന നമുക്ക് 1 implies 2 എന്ന് പറയാനാണ് അല്പം ഒരു ആലോചിക്കേണ്ടത്. ബാക്കി രണ്ട് പ്രൂഫുകൾ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈക്വലൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് 3 ഈക്വലൻ്റ് ആണെന്ന് തെളിയിക്കാനുള്ള പ്രൂഫ്. താങ്ക് യു.